അങ്ങനെ കുറെ മാസങ്ങൾക്ക് ശേഷം നല്ലൊരു ഗംഭീര എപ്പിസോഡ് വന്നിരിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ കൺമണിയോട് കൃഷ്ണ ഉള്ള സത്യങ്ങളെല്ലാം വെള്ളം തൊടാതെ പറയുകയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ കാണിക്കുന്നത് കൺമണി കൃഷ്ണ കാണുന്നതിന് വേണ്ടി ഒരു ഒഴിഞ്ഞ പറമ്പിലേക്ക് ചെന്നിരിക്കുകയാണ്. തുറന്ന കൃഷ്ണയോട് കൺമണി എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുകയാണ്. എന്തുകൊണ്ടാണ് കമ്പനിയിൽ മദ്യപിച്ചെത്തിയതെന്നൊക്കെ ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷ്ണ പിന്നെ കൺമണിയോട് ഞാൻ അങ്ങനെ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണം ഉണ്ടാകുമെന്ന് പറയുകയാണ്. കൺമണി ഇഷ്ടപ്പെടുന്ന കൺമണിയുടെ അച്ഛനും അമ്മയും കൺമണിയുടെ യഥാർത്ഥ അച്ഛനും അമ്മയും അല്ല എന്ന് കൺമണി മനസ്സിലാക്കിയാൽ എന്ത് ചെയ്യും എന്ന് ചോദിക്കുകയാണെന്നാൽ അത് കേട്ട് കൺമണി പിന്നെ കൃഷ്ണയോട് അതിപ്പോൾ ഇവിടെ ചോദിക്കേണ്ട കാര്യം എന്താണെന്ന് തിരിച്ചു ചോദിക്കുകയാണെന്നാൽ അത് കേട്ട് കൃഷ്ണ അതിപ്പോൾ ചോദിക്കേണ്ട കാര്യം തന്നെയാണ്. തുറന്ന് കൺമണി അങ്ങനെ വന്നാൽ ഞാൻ പിന്നെ ജീവനോടെ ഇരിക്കില്ല എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷ്ണ പിന്നെ വീണ്ടും കൺമണിയോട് ഇത് തന്നെയാണ് എന്റെ കാര്യവും, അങ്ങനെ വല്ലതും പറഞ്ഞാൽ ഞാനും ജീവനോടെ ഉണ്ടാകില്ല എന്ന് പറയുകയാണ്. എന്നിട്ടും ഞാനിപ്പോൾ നിനക്ക് മുമ്പിൽ ജീവനോടെ ഇല്ലേ എന്ന് തിരിച്ചു പറയുകയാണ് കൺമണിയോട് കൃഷ്ണ. എന്നാൽ അത് കേട്ട് കൺമണിക്ക് ഒന്നും മനസ്സിലാകാതെ ആകെ ഒരു പന്തിക്കേട് തോന്നുകയാണ്. തുടർന്ന് കൺമണി വീണ്ടും കൃഷ്ണയോട് സാർ എന്താണ് പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ഇതിപ്പോൾ പറയാൻ കാരണം എന്താണെന്ന് വീണ്ടും ചോദിക്കുകയാണ്. തുറന്ന കൃഷി നോക്ക് കൺമണി, ഞാൻ കൺമണിയുടെ എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരം തരാം. ഞാൻ ഇന്ന് കമ്പനിയിൽ മദ്യപിച്ചെത്തിയതിനും അതുപോലെ എന്റെ അച്ഛന്റെ അമ്മയുടെയും വിവാഹ വാർഷികം ഗംഭീരമായി ആഘോഷിച്ചതിനുമെല്ലാം ഒരു കാരണമുണ്ട്. എന്റെ അച്ഛനെയും അമ്മയും ആരാണ് കൺമണി എന്ന് കൺമണിയോട് ചോദിക്കുകയാണെന്നുള്ളത് കേട്ട് കൺമണി സാഗർ സുജാതിയും എന്ന മറുപടി പറയുമ്പോൾ കൃഷി അല്ല, അത് സത്യമല്ല, അതൊരു കളവാണ്, അതൊരു വലിയൊരു നുണയാണെന്ന് പറയുകയാണ്. എന്റെ അച്ഛനും അമ്മയും സാഗറും സുജാതിയും അല്ല, ഞാൻ അവർക്ക് പിറന്ന മകനല്ല എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് കൺമണി. സാർ ഇതെന്തൊക്കെയാണ് ഇങ്ങനെ പറയുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ കൃഷി അതേ കൺമണി, ഞാൻ പറഞ്ഞത് സത്യമാണ്, സാഗർ സുജാതിയുടെയും മകനല്ല ഞാൻ ഒരു ഓർഫനാണ്, ഞാനൊരു അനാഥനാണ്. എന്നാൽ അത് കേട്ട് വിശ്വസിക്കാനാകാതെ തല കറങ്ങുന്ന പോലെ നിൽക്കുകയാണ് കൺമണി. ഇതെന്തൊക്കെയാണ് സാർ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ കൃഷി വീണ്ടും കൺമണിയോട് ഞാൻ ഈ പറഞ്ഞത് സത്യമാണ് കൺമണി, ഞാൻ ഇത് കേട്ടത് എന്റെ അമ്മയുടെ നാവിൽ നിന്നാണെന്നും കൂടി പറയുകയാണ്. തുറന്ന കൃഷി അന്ന് ഉണ്ടായ കാര്യങ്ങളെല്ലാം കൺമണിയോട് പറയുകയാണ്. ആന്റി അമ്മയോട് സുജാത പറഞ്ഞ കാര്യങ്ങളെല്ലാം കൺമണിയോട് കൃഷി പറയുകയാണ്. ഇതും പറഞ്ഞുകൊണ്ട് കൃഷി കരയുകയാണ്, മാറി നിന്ന് കരയുകയാണ്. തുറന്ന് കൺമണി വന്നിട്ട് കൃഷ്ണനെ ആശ്വസിപ്പിക്കുകയാണ്. എന്ത് പറഞ്ഞ് കൃഷ്ണനെ ആശ്വസിപ്പിക്കണമെന്ന് പോലും കൺമണിക്ക് അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. കൺമണി ആകെ പകച്ചു നിൽക്കുകയാണ്. തുടർന്ന് വീണ്ടും കൺമണി വീണ്ടും കൃഷ്ണനോട് സാർ ഇതൊക്കെ സാറിന്റെ വെറും തെറ്റിദ്ധാരണയായിരിക്കുമെന്ന് വീണ്ടും പറയുകയാണെന്നാണ് അത് കേട്ട് കൃഷ്ണ പിന്നെ കൺമണിയോട് എന്നെ എന്താ പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് കൺമണിക്ക് അറിയില്ല അല്ലെ, ഞാൻ കൺമണിയോടെ മുമ്പേ പറഞ്ഞിട്ടുള്ളതല്ലേ എന്റെ അമ്മ എന്നിൽ നിന്ന് എന്തൊരു അകൽച്ച കാണിക്കുന്നുണ്ടെന്ന്. അതിന്റെ കാരണം ഇതാണ്, ഞാൻ അവർക്ക് പിറന്ന മകനല്ല, എന്റെ അമ്മ എന്നെ പ്രസവിച്ചിട്ടില്ല എന്ന് പറയുകയാണ്. എന്റെ അച്ഛനും അമ്മയും വേറെ ആരോ ആണെന്ന് പറയുകയാണ്. ഞാൻ ഒരു അനാഥനാണ്, ഞാനൊരു ചോദ്യചിഹ്നമാണ്, എന്റെ അച്ഛനും അമ്മയും ആരാണെന്ന് പോലും എനിക്ക് അറിയില്ല എന്ന് പറയുകയാണ്. ഇത്രയും നാള് ഞാൻ അനുഭവിച്ച സന്തോഷവും സൗഭാഗ്യങ്ങളും എല്ലാം എനിക്ക് കിട്ടിയ ദാനമാണ്. എനിക്ക് സ്വന്തമായിട്ട് ഒന്നുമില്ല, എനിക്ക് സ്വന്തമായിട്ട് ഈ ഭൂമിയിൽ ഒന്നുമില്ല, ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് കൃഷി കരയുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണിയും കരയുകയാണ്. തുറന്ന് കൺമണി വീണ്ടും കൃഷിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും കൃഷി കരഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. തുറന്ന കൃഷി വീണ്ടും കൺമണിയോട് ഞാൻ ഇന്ന് കമ്പനിയിൽ മദ്യപിച്ചെത്തിയത് എന്തിനാണെന്ന് കൺമണിക്ക് അറിയുമോ എന്ന് ചോദിക്കുകയാണ്. ഇന്ന് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്, പടി ഇറങ്ങുകയാണ്. അനാഥനായ ഞാൻ ഇനി ജീവിക്കേണ്ടത് സാഗറിന്റെയും സുജാതയ്ക്കും ഒപ്പമല്ല. അതുകൊണ്ട് എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഒരു കാരണം വേണം. എനിക്ക് എന്റെ അച്ഛനോടും അമ്മയോടും യാത്ര പറഞ്ഞു പോകാൻ സാധിക്കില്ല. ഇതിപ്പോൾ എന്റെ അച്ഛൻ തന്നെ എന്റെ മുഖത്തടിച്ച് എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടിരിക്കുകയാണ്. ഞാൻ അവരുടെ വിവാഹ വാർഷികം ഗംഭീരമായി ആഘോഷിച്ചത് തന്നെ അവരുടെ ഈ സന്തോഷം കാണുന്നതിന് വേണ്ടിയാണ്. അവരുടെ സന്തോഷം കണ്ടുകൊണ്ടാണ് ഞാൻ ഇന്ന് അവിടെ നിന്ന് പടിയിറങ്ങിയിരിക്കുന്നത്. അമ്മയുടെ നാവിൽ നിന്ന് ഞാൻ ഈ സത്യങ്ങൾ അറിഞ്ഞിട്ട് കുറെ ദിവസമായി. ഇത് എനിക്ക് ആരോടെങ്കിലും പറയാൻ സാധിക്കാതെ ഞാൻ ഒറ്റയ്ക്ക് ഇത് മനസ്സിൽ വെച്ച് വീർപ്പ് മുട്ടി നടക്കുകയായിരുന്നു. അതേ കൺമണി, കൃഷി പൂർണ്ണമായും തീർന്നു പോയിരിക്കുകയാണ്, ഇനി കൃഷിയില്ല. ഇതും പറഞ്ഞുകൊണ്ട് കൃഷി മാറി നിന്ന് കരയുകയാണ്. തുറന്നു കാണിക്കുന്ന സാഗറാണ്. സാഗർ കാലിച്ചു തുള്ളിക്കൊണ്ട് വീട്ടിലേക്ക് വരികയാണ്. എന്നാൽ ഈ സമയത്ത് വീടിന്റെ അകത്ത് നിന്ന് സുജാതയും ആന്റി അമ്മയും അതുപോലെ കൃപയും സാഗറിനോട് എന്താണ് ചേട്ടന് സംഭവിച്ചത്, ചേട്ടൻ എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേൾക്കുമ്പോൾ തന്നെ സാഗർ നല്ല ദേഷ്യം വരികയാണ്. ഞാനിന്ന് നല്ല സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഓഫീസിലേക്ക് പോയത്. ഇന്ന് തന്നെ ജയമോഹനെയും ജയമോഹന്റെ ഉടായ്പ മകൾ മാനസിയും കമ്പനിൽ നിന്ന് ചവിട്ടി പുറത്താക്കാമല്ലോ, അതിന്റെ ഒരു സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഓഫീസിലേക്ക് പോയത്. നമ്മൾ വീട്ടുകാർ കുടുംബക്കാരെല്ലാം ഒറ്റക്കെട്ടായിട്ട് അവർ ചവിട്ടി പുറത്താക്കുന്നത് എല്ലാം മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞാൻ പോയത്. പക്ഷെ അവിടെ നടന്നത് മറ്റൊന്നാണ്. കൃഷി എല്ലാവർക്കും മുമ്പിൽ വെച്ച് എന്നെ നാണം കെടുത്തിയിരിക്കുകയാണ്. ഞാൻ അവനോട് മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കൃഷി എന്നോട് പറഞ്ഞത് മദ്യപിച്ചാൽ ഇപ്പോൾ എന്താണ് കുഴപ്പമെന്ന് എന്നോട് തിരിച്ചു ചോദിച്ചു. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, അവന്റെ മുന്നിട്ട് രണ്ട് പെടപടിച്ച് അവനോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു.
എന്നാൽ ഇതെല്ലാം കേട്ട് കൃപ പിന്നെ വീണ്ടും അച്ഛനോട് അച്ഛാ, ചേട്ടൻ ചെയ്ത് തെറ്റ് തന്നെയാണ്, ചേട്ടൻ ഇപ്പോൾ അതോർത്ത് സങ്കടപ്പെടുന്നുണ്ടാകും. അച്ഛൻ ചേട്ടനെ ഒന്ന് വിളിക്കാൻ ആവശ്യപ്പെടുകയാണ്. എന്നാൽ അത് കേട്ട് ദേഷ്യം വന്ന സാഗർ വീണ്ടും കൃപയോട് ഇങ്ങി ചേട്ടനെ വിളിച്ചു പോകരുത്, കൃഷ്ണനെ ഇവിടെ നിന്ന് ആരും അങ്ങോട്ട് വിളിച്ചു പോകരുതെന്ന് പറയുകയാണ്. ഇത് പറഞ്ഞുകൊണ്ട് നല്ല ദേഷ്യത്തിൽ സാഗർ അകത്തേക്ക് കയറി പോവുകയാണ്. എന്നാൽ ഈ സമയത്ത് കൃപ വന്നിട്ട് ആന്റിയമ്മയോടോ സുജാതയോടോ അച്ഛൻ പറഞ്ഞു നോക്കണ്ട, അമ്മ ചേട്ടനെ വിളിക്കാൻ ആവശ്യപ്പെടുകയാണെന്നാൽ അത് കേട്ട് സുജാത നല്ല ഗൗരവത്തിൽ പിന്നെ കൃപയോട് അച്ഛൻ പറഞ്ഞതാണ് ശരി, കൃഷി ചെയ്തു വലിയൊരു തെറ്റ് തന്നെയാണ്, കൃഷി വേദനിപ്പിച്ചിരിക്കുന്നത് കൃഷിന്റെ അച്ഛനെയാണ്, അതുകൊണ്ട് കൃഷ്ണനെ വിളിക്കാൻ പോകണ്ട എന്ന് അതും പറഞ്ഞുകൊണ്ട് സുജാത കിട്ടിയ അവസരത്തിൽ കൃഷ്ണനെ ഒന്ന് തേക്കാൻ ശ്രമിച്ചുകൊണ്ട് അവിടുന്ന് പോവുകയാണ്. കാണിക്കുന്ന വീണ്ടും കൃഷ്ണയും കൺമണിയുമാണ് രണ്ടുപേരും ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട് ഇങ്ങനെ വെയിൽ കൊണ്ട് നിൽക്കുകയാണ്. തുറന്ന് കൺമണിയോട് പിന്നെ കൃഷി മറ്റൊരു കാര്യം പറയുകയാണ്, കൺമണി നിനക്ക് ഒരുപാട് കഴിവുകൾ ഉള്ള ഒരാളാണ്, അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പ്രാക്ടിക്കലായിട്ട് മൂവ് ചെയ്യാം, നമുക്ക് ഈ ബന്ധം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരു അച്ഛനോ അമ്മയോ ഒരു മേൽവിലാസം പോലുമില്ല, അങ്ങനെയുള്ള ഓരോരുത്തരെ നീ കല്യാണം കഴിക്കേണ്ട, നമുക്കിത് ഇവിടെ വെച്ച് നിർത്താമെന്ന് പറയുകയാണ്. കൺമണിക്ക് ഒരുപാട് കഴിവുകൾ ഉള്ള ഒരാളാണ്, അതുകൊണ്ട് കൺമണിക്ക് വലിയൊരു ജീവിതമാണ് മുന്നിലുള്ളത്, അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് വെച്ച് എല്ലാം പിരിയാം, നമുക്ക് ഇവിടെ വെച്ച് എല്ലാം അവസാനിപ്പിക്കാം എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണി തകർന്ന് നിൽക്കുകയാണ്. തുറന്ന് കൺമണി പിന്നെ കൃഷ്ണനോട് സാർ എന്നെ കുറിച്ച് അങ്ങനെയാണോ ധരിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. തുറന്ന് കൃഷ്ണ വീണ്ടും കൺമണിയോട് അങ്ങനെ ധരിച്ചുകൊണ്ടൊന്നുമല്ല, നമുക്ക് പക്ഷെ പ്രാക്ടിക്കലായിട്ട് മൂവ് ചെയ്തേ പറ്റൂ എന്ന് പറയുകയാണ്. നീ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും നീ ഇല്ലാതെ എനിക്ക് പറ്റുമോ എന്ന്. ശരിയാണ്, നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല കൺമണി, അതുപോലെ തന്നെയാണ് എനിക്ക് എന്റെ അച്ഛനും അമ്മയും കൃപയും ഇല്ലാതെ പറ്റില്ല എന്ന് പറയുകയാണ്. എന്നിട്ടും ഞാൻ ഇപ്പോൾ ജീവനോടെ ശ്വസിക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ അങ്ങോട്ട് പൊയ്ക്കോളും എന്ന് പറയുകയാണ്. നീ അതോർത്തൊന്നും വിഷമിക്കേണ്ട, നിനക്ക് ധൈര്യമായിട്ട് എന്നെ ഉപേക്ഷിക്കാൻ ഞാൻ തടസ്സം നിൽക്കില്ല, നിനക്ക് ധൈര്യമായിട്ട് മറ്റൊരു ജീവിതം കണ്ടെത്താമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണിക്ക് നല്ല ദേഷ്യം വരികയാണ്. കൃഷിന്റെ മുഖത്തിട്ട് രണ്ട് പെട കൊടുക്കാനുള്ള ദേഷ്യം കൺമണിക്കുണ്ട്. ഞാൻ ആരാണ്, എനിക്കൊരു അച്ഛനും അമ്മയും പോലുമില്ല, എന്റെ അച്ഛനും അമ്മയും ആരാണെന്ന് പോലും എനിക്കറിയില്ല, എനിക്കൊരു മേൽവിലാസം പോലുമില്ല, അങ്ങനെയുള്ള എനിക്ക് വേണ്ടി കൺമണി ജീവിതം വെറുതെ നശിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ് അവിടുന്ന് മാറി നിൽക്കുകയാണ്. എന്നാൽ ഇതെല്ലാം കേട്ട് കരഞ്ഞ് നിലവിളിച്ച് നിൽക്കുകയാണ് കൺമണി. തുറന്ന് കൺമണി പിന്നെ കൃഷ്ണനോട് നല്ല ദേഷ്യത്തിലും കരച്ചിലും മടക്കി പിടിച്ചുകൊണ്ട് താങ്ക് യു സാർ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് നടന്നു പോവുകയാണ്. അങ്ങനെ കുറച്ചു നേരം നടന്ന ശേഷം കൺമണി കൃഷ്ണൻ തിരിഞ്ഞു നോക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് കൃഷും കൺമണി ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ്. കൺമണി അവിടെ നിന്നു, കൃഷി ഇപ്പോൾ തിരികെ വിളിക്കുമെന്ന് മനസ്സിൽ വെറുതെ ചിന്തിച്ചുകൊണ്ട് കൺമണി അവിടെ നിൽക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് കൃഷി ഒന്നും തന്നെ മിണ്ടാതെ ആ കാറിൽ കയറി കാർ എടുത്ത് അവിടുന്ന് പോവുകയാണ്. എന്നാൽ അതും കൂടി കണ്ടതോടുകൂടി കൺമണി വീണ്ടും ശരിക്കും തകർന്ന് തരിപ്പണമാവുകയാണ്. തുറന്ന കൺമണി ആ ദേഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് നേരെ ചെല്ലുന്നത് സാഗറിന്റെ വീട്ടിലേക്കാണ്. സാഗറിന്റെ വീടിന്റെ ഗേറ്റ് ചവിട്ടി തുറക്കുകയാണ്. 500-ന്റെ വീടിന്റെ ഗേറ്റ് ചവിട്ടി തുറന്ന് കയറുന്ന പോലെ കൺമണി ആ വീടിനകത്തേക്ക് കയറി ചെല്ലുകയാണ്. കോളിംഗ് ബെൽ അടിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് വാതിൽ തുറക്കുന്നത് കൃപയാണ്. തുറന്ന് കൃപ പിന്നെ കൺമണിയോട് എന്തായി കൺമണി, ചേട്ടനെ വിളിച്ചോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് കൺമണി നല്ല ഗൗരവത്തിൽ പിന്നെ കൃപയോട് നീ ആദ്യം അച്ഛനെ അമ്മയോ എന്ന് വിളിക്കാൻ പറയുകയാണ്. നല്ല ദേഷ്യത്തോടു കൂടിയാണ് കൺമണി കൃപയോട് അത് പറയുന്നത്. എന്നാൽ അത് കേട്ട് കൃപ കൺമണി നല്ല ഗൗരവത്തിലാണല്ലോ എന്ന് പറയുമ്പോൾ കൺമണി വീണ്ടും നല്ല ദേഷ്യത്തിൽ നീ ആദ്യം ഞാൻ പറഞ്ഞത് ചെയ്യ് കൃപയെ, അച്ഛനെ അമ്മയും വിളിക്കാൻ ആവശ്യപ്പെടുകയാണ്. നല്ല ദേഷ്യത്തിലാണ് കൺമണി അത് പറയുന്നത്. എന്നാൽ അത് കേട്ട് കൃപയെ ഒന്ന് പേടിക്കുകയാണ്. തുറന്ന കൃപ വേഗം തന്നെ അച്ഛനെ അമ്മയും ആന്റിയമ്മയും ഒക്കെ വിളിക്കുകയാണ്. തുറന്ന സാഗർ സുജാതി ആന്റിയമ്മയും ഒക്കെ താഴേക്ക് ഇറങ്ങി വരികയാണ്. തുറന്ന ആന്റിയമ്മ പിന്നെ കൺമണിയോട് എന്താ കൺമണി, എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. കൃഷ്ണൻ നിന്നെ വിളിക്കാതിരിക്കില്ലല്ലോ, അവൻ നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. തുറന്ന് സാഗർ കൺമണിയോട് എന്താ കൺമണി, എന്താണ് കാര്യമെന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണി ഞാൻ കൃഷ് സാറിനെ കണ്ടിരുന്നു എന്ന് നല്ല ഗൗരവത്തിൽ പറയുകയാണ്. എന്നാൽ അത് കേട്ട് സാഗറിന് നല്ല ദേഷ്യം വരികയാണ്. ഇത് പറയാനാണോ നീ ഇങ്ങോട്ട് വന്നത്? തുറന്ന് കൺമണി നല്ല ഗൗരവത്തിൽ അല്ല, എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിച്ചറിയാനുണ്ടായിരുന്നു, അതിനുവേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കൺമണി സുജാതിയെ വിളിക്കുകയാണ്. സുജാതയുടെ കൈ പിടിച്ചുകൊണ്ട് അമ്മ ഇങ്ങോട്ടൊന്ന് വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് സുജാതിയെ മാറ്റി നിർത്തി കാര്യങ്ങൾ ചോദിച്ചറിയാൻ പോവുകയാണ് കൺമണി. തുറന്ന് മാറ്റി നിർത്തിയ ശേഷം കൺമണി പിന്നെ സുജാതിയോട് അലിഗയുടെ ബോർഡ് മീറ്റിംഗിൽ മദ്യപിച്ചെത്താൻ മാത്രം ഒരു മണ്ടനല്ല എന്റെ കൃഷ് സാറ്, സാർ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ തക്കതായ കാരണം കൂടി ഉണ്ടാകുമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് സുജാത ഒന്ന് ചിരിച്ചുകൊണ്ട് അത് നീ എന്നോടാണോ ചോദിക്കുന്നത്, നീ അത് അവനോട് പോയി ചോദിക്കാൻ ആവശ്യപ്പെടുകയാണ്. തുറന്ന് കൺമണി നല്ല ഗൗരവത്തിൽ അതിന്റെ കാരണം സാർ എന്നോട് പറഞ്ഞതാണ്, അത് സത്യമാണോ എന്നാണ് എനിക്ക് അറിയേണ്ടത്. തുറന്ന് സാഗർ കൺമണിയോട് എന്താണ് അവൻ നിന്നോട് പറഞ്ഞ കാരണം എന്ന് ചോദിക്കുകയാണ്. തുറന്ന് കൺമണി സാർ പറഞ്ഞത് സത്യമാണെങ്കിൽ സാർ ഈ കണ്ടീഷനിൽ ജീവിച്ചിരിക്കുന്നതേ എനിക്ക് അത്ഭുതമാണെന്ന് കൂടി പറയുകയാണ് കൺമണി. എന്നാൽ അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് കൃപയും ആന്റിയമ്മയും.
തുടർന്ന് ആന്റിയമ്മ മോളെ നീ ഇതെന്തൊക്കെയാണ് പറയുന്നതെന്ന് ചോദിക്കുകയാണ്. തുടർന്ന് കൺമണി നല്ല ഗൗരവത്തിൽ സുജാതയുടെ കണ്ണുകളിലേക്ക് നോക്കി ക്രിഡ് സാറ് നിങ്ങളുടെ മകനല്ലേ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ ആ ചോദ്യം കേട്ട് കിളി പോയി നിൽക്കുകയാണ് സാഗറും ആന്റിയമ്മയും. എന്നാൽ കൺമണിയുടെ ചോദ്യം കേട്ട് മറുപടി പറയാൻ സാധിക്കാതെ സാഗർ സുജാതി ആന്റിയമ്മയെ പരസ്പരം മുഖത്തോടെ മുഖം നോക്കി ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആകെ പേടിച്ചിട്ടാണ് 3 പേര് നിൽക്കുന്നത്. എന്നാൽ ഇവരുടെ മുഖത്തെ ഈ എക്സ്പ്രഷൻ എല്ലാം കണ്ട് കൺമണിക്ക് ഏതാണ്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാവുകയാണ്. തുടർന്ന് കൺമണി വീണ്ടും നല്ല ദേഷ്യത്തിൽ ഞാൻ ചോദിച്ചത് നിങ്ങൾ കേട്ടില്ലേ, എന്താണ് മറുപടി പറയാത്തതെന്ന് ചോദിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് കൃപ ഒന്നും മനസ്സിലാകാതെ ഇങ്ങനെ കിളി പോയി നിൽക്കുകയാണ്. ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ഇത് എന്തൊക്കെയാണ് ഞാൻ കാണുന്നതെന്ന് ചിന്തിച്ച് നിൽക്കുകയാണ് കൃപ. തുടർന്ന് കൺമണി വീണ്ടും അവരോട് അതേ ചോദ്യം തന്നെ ചോദിക്കുകയാണ്. ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് വീണ്ടും മനസ്സിലായില്ലേ എന്ന് ചോദിക്കുകയാണ്. ക്രിഡ് സാറ് നിങ്ങളുടെ മകനാണോ അലി എന്ന് വീണ്ടും എടുത്ത് ചോദിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് കൃപ വീണ്ടും കൺമണിയെ വിളിക്കുകയാണ്. കൺമണി നീ ഇതെന്താക്കിയാണ് പറയുന്നത് ചോദിക്കുമ്പോൾ എന്നാൽ അത് കേട്ട് ദേഷ്യം വന്ന കൺമണി കൃപ നീ മിണ്ടാതെ നിൽക്ക്, എന്നോട് മറുപടി പറയേണ്ടത് അമ്മയാണ്. തുടർന്ന് കൺമണി നല്ല ദേഷ്യത്തിൽ സുജാതിയുടെ മുഖത്ത് നോക്കി വീണ്ടും ഈ അമ്മ പ്രസവിച്ച മകൻ തന്നെയാണോ ക്രിഡ് സാർ എന്ന് വീണ്ടും ചോദിക്കുകയാണ്. എന്നാൽ ആ ചോദ്യത്തിന് മറുപടിയില്ലാതെ സുജാതയും സാഗറും ആന്റിയും ഇങ്ങനെ നിൽക്കുകയാണ്, പകച്ചു നിൽക്കുകയാണ്. തുടർന്ന് സാഗർ കൺമണിയെ വിളിക്കുകയാണ്. മോളെ എന്ന് പതറി ശബ്ദത്തിൽ വിളിക്കുകയാണ്. തുടർന്ന് കൺമണി വീണ്ടും നല്ല ഗൗരവത്തിൽ സാഗറിന്റെ മുഖത്ത് നോക്കി ക്രിഡ് സാറ് ഈ കാര്യം എന്നോട് ഇന്നാണ് പറഞ്ഞത്, പക്ഷെ ക്രിഡ് സാറ് ഈ സത്യങ്ങൾ അറിഞ്ഞിട്ട് കുറെ ദിവസമായി എന്നും കൂടി പറയുകയാണ്. എന്നാൽ അത് കേട്ട് ഇടിവെട്ടേറ്റ പോലെ നിൽക്കുകയാണ് സാഗർ സുജാതിയും. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.